വെള്ളരിക്കയും മാമ്പഴം കൂടെ കറി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയോ, നല്ല ടേസ്റ്റാണ്. മാമ്പഴത്തിൻ്റെ സീസൺ കഴിയാൻ പോവുകയാണ്. അതിന് മുന്നേ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയോ. ഒരു കഷ്ണം വെള്ളരിക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മാമ്പഴം എടുക്കണം. മാമ്പഴത്തിന് പഴുപ്പ് അധികം ആവരുത്. തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. മാമ്പഴത്തിൻ്റെ സീഡിനോട് ചേർന്നിരിക്കുന്ന ഭാഗം കൂടെ ചെത്തിയെടുത്താലേ ആവശ്യത്തിന് പുളി ഉണ്ടാവുള്ളൂ. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ. ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ചനച്ച മാമ്പഴം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാമ്പഴം ഒന്ന് ഉടച്ചു കൊടുക്കാം. വെള്ളരിക്ക ഉടഞ്ഞു പോകരുത്. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു നുള്ളു ജീരകവും ഒരു ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു തിള വന്നു കഴിഞ്ഞാൽ മാറ്റി വെച്ചിട്ട് ഒന്ന് താളിച്ചും കൂടി എടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകും ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചുമക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കണ്ടേ. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം മുളക് പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർ 1-2 പച്ചമുളക് തേങ്ങയുടെ ഒപ്പം ചേർത്ത് അരച്ചാൽ മതി. വറുത്തെടുത്ത താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ.